അപ്പൊ ഞമ്മളേ പാടത്തേക്ക് ഇങ്ങനെ വന്നിക്കണം. ഇവിടെ താമര കണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഇഞ്ചിനോട് ഭയങ്കര താല്പര്യമാണ്. ഈ 5-ന്റെ ഇഞ്ചിന് ഒരു 100-110 വർഷം മുപ്പിട്ടുള്ള ഇഞ്ചിനാണ്. അപ്പൊ ഇഞ്ചിന് ഇവിടെ ആരും കാണാൻ സാധ്യത കുറവാണ്. കാരണം ഇത് ചെരിഞ്ഞിട്ടായിരിക്കണ്. കാടുണ്ട്. ഇതാണ് ഇഞ്ചിന്. അപ്പൊ ഒരുവിധം ഇഞ്ചിനൊക്കെ നമ്മൾ ഷാർട്ടാക്കിയിട്ടും ഒക്കെ ഉണ്ട്. ഇത് ചെരിഞ്ഞിട്ടായിരിക്കണ്. ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്രാങ്ക് പൊട്ടും. ഇത് ചെരിഞ്ഞിട്ടായിരിക്കണ്. കാരണം സാധാരണ നമ്മളൊരു ബുള്ളറ്റ് സ്റ്റാൻഡും ഇട്ടിട്ട് സൈഡ് സ്റ്റാൻഡും ഇട്ടിട്ട് ഷാർട്ടാക്കി എങ്ങനെ അതിനെ കണട്രാഡിന്റെ സൗണ്ട് വരും. കണട്രാഡ് അതിന്റെ സൗണ്ട് ഇങ്ങനെ കിടിന്ന് വരും. ഇത് നമുക്ക് പെട്ടെന്ന് ഷാർട്ടാക്കാൻ പറ്റില്ല. ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ബെൻഡാണ്. ഇത് ഇറങ്ങിയിട്ട് ആകെ ഒരു അടി അടിച്ചിട്ടുണ്ട്. ഒന്നും തിരിയണില്ല. ഒരു ഭാഗത്തുനിന്ന് തിരിയണില്ല. സ്റ്റക്കാണ്. ഇത് മൊത്തത്തിൽ അയക്കേണ്ടി വരും. ഇത് ഫുള്ള് ജാമാണ് ഇഞ്ചിൻ. കൈക്കോട്ടുണ്ട് നമുക്ക്. കൈക്കോട്ടല്ല, അത് കൊടുത്തിട്ട് ഇതാക്കണം. ഇത് പിന്നെ മാത്രല്ല ഇതിന്റെ എണ്ണ ടാങ്കി ഒക്കെ തുരുമ്പൊടിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിന് ഒരുപാട് പണി എടുക്കണം. ഇത് നേരാക്കില്ലേ? ഇത് നമ്മൾ നേരാക്കുന്നു. അല്ല, ഇത് ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുപാട് കൃഷികൾക്ക് വെള്ളം കൊടുത്ത ഇഞ്ചിനാണ്. അതെ, ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കണ്ട്. പിന്നെ ഇതൊരു 2 തിരിണ്ട് തിരിച്ചാ ഒരു സൗണ്ട് ഉണ്ട്. ഒരു 1.5 സൗണ്ടായി. എന്നിട്ട് വെള്ളം കടി ചാടും. അതാ അതിങ്ങനെ കാണാന് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ വന്നു നിന്നിരുന്നതാ ഇങ്ങനത്തെ ഒരു ഇഞ്ചിന്. പിന്നെ ഇതിന്റെ മുന്നാണ് തിരൂരിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വില്ലീസ് ഇഞ്ചിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ മുന്നേ ഇറങ്ങിയതാണ്. ഇതിപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഇത് ആരും ഉപയോഗിക്കില്ല. കാരണം ഇതിന്റെ ഇതാകൂടൊക്കെ ഈ സാധനമൊക്കെ എലി കാന്തി നിന്നിക്കുക. ഇനി എന്താണാവോ ഈ സാധനം. ഇത് ഫിൽറ്റർ, ഇത് എണ്ണ വരുന്ന സാധനം. ഡീസൽ ഫിൽറ്റർ. ഇതൊക്കെ തുരുമ്പായിക്കണ്. ഇത് ഇപ്പൊ ഒരു മുട്ടറ മേലാണ് കൊടുന്നിച്ചിക്കണ്. അത് പൊട്ടിയ അപ്പൊ ഇത് തുരുമ്പായിക്കണ്. ഇത് അത്രത്തോളം പഴക്കണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ഇഞ്ചിനുകൾ ഷാർട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഇഞ്ചിന് ഒരു വ്യത്യസ്ത ഇതുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു കവറിംഗ് ഒക്കെ ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു കവറിംഗ് ഒക്കെ ഉണ്ട്. ആ ഇഞ്ചിന് അങ്ങനെ കവറിംഗ് ഇല്ല. അത് കുറച്ചും കൂടി പാക്കിയ ഇത് തിരിയാൻ വലിയ പണിയാണ് ശിവൻകുട്ടിയെ. ഇത് നിർത്തി വെക്കണം. പിന്നെ ഇത് നീർത്തല് നടക്കില്ല. ഇതേ പോത്താണെങ്കിൽ ചന്തിക്കനം ഇവിടെ വരിക. ചന്തിക്കനം ഇത് പോത്തിന്റെ ചന്തിക്കനം കുറച്ച് അടിയിലാ വരിക. അതിന്റെ ശിവൻകുട്ടിയെ എന്താ ചന്തിക്കനം അങ്ങനെ വരിക. അപ്പൊ ഈ ഇഞ്ചിൻ ഷാർട്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പൊ അവരോടൊക്കെ പോയി ചോദിച്ചിട്ട് ഇത് ഷാർട്ടാക്കണ ഇതിനി എന്താ ചെയ്യണ്ടേന്നൊക്കെ. ഇത് മേടിച്ചിട്ട് കാര്യമില്ല. ഇത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. എന്നാ ഒരു പുതിയ ഇഞ്ചൻ മേടിക്കാനല്ലേ ഇതേപോലത്തെ ഇഞ്ചൻ. ഇത് കിട്ടാൻ പണിയാണ്. പക്ഷെ തോട്ടരമ്പത്തൊക്കെ ഈ ഇഞ്ചൻ ഉണ്ട്. പക്ഷെ ഒരു കാലത്ത് ഇത് ആവശ്യം വന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഈ ഇഞ്ചന് ആവശ്യം വന്നിരുന്നുള്ളൂ. വേറൊരു അത്രയും വെള്ളം തള്ളുള്ള ഇഞ്ചന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിർലോസ്കർ ഇഞ്ചൻ. ഇഞ്ചന്റെ പേരാണ് കിർലോസ്കർ. കിർലോസ്കർ ഇഞ്ചനാണ് ഇത്. കിർലോസ്കർ ഇങ്ങോട്ടൊക്കെ ചുണ്ടൊക്കെ കൊത്തി കളിക്കുന്ന പോലെ അയക്കണേ. സൈലൻസർ ആണിത്. സൈലൻസർ. ഇത് തൊട്ട് കഴിഞ്ഞ് അടക്കേണ്ടി വെക്കും. തൊടണ്ട. ഇങ്ങനെ ചൂണ്ടി കാണിക്കാനേ പറ്റുള്ളൂ ഈ ഇഞ്ചന്റെ മേലെ. അപ്പൊ ഇത് നമ്മളെ പമ്പാവൂര് ആ കോതറോഡ് ആ ഭാഗത്തിന്റെ അവിടെയുള്ള ഇഞ്ചനാണ് ഇത്. പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഷാർട്ടാക്കിയിട്ട് കുറെ കാലം അയക്കണെന്നാണ് തോന്നുന്നതല്ല, ഉറപ്പാണ്. കാരണം ഒക്കെ കൂടുതൽ അയക്കണത്. ഇനി ഇത് ഷാർട്ടാക്കണം എന്നുണ്ടെങ്കിൽ വലിയ പണിയാണ്. ഇത് വേറെ ആൾക്കാരും കൊടുക്കുന്നതല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഞ്ചൻ കൊടുക്കേണ്ടി പറഞ്ഞാൽ നമുക്ക് മേടിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചെലവ് കൂടുതലാ. ഇത് ഇവിടുന്ന് വണ്ടിയും വാഹനങ്ങളൊന്നും വരില്ല. പിന്നെ ഒരു വാഹനം വരുള്ളൂ. പാടായത് കൊണ്ട് ഹെലികോപ്റ്റർ വരും. ആ താമരകണ്ടത്തിൽ ഇറക്കിയാൽ മതി. കെട്ടിത്തൂക്കി കൊണ്ടുപോയി വരും. ഇല്ല, അതിനുള്ള ഇല്ല. ഹെലികോപ്റ്ററിന്റെ വാടക ഇതൊക്കെ ആവുമ്പോ ഇഞ്ചൻ നല്ല മേടിക്കാം. അപ്പൊ ഇപ്പൊ ഞമ്മള് വലിയൊരു കാട്ടിലുള്ളത്. പിന്നെ മാത്രല്ല ഇത് നല്ല ഈ ഭാഗത്ത് ഇഞ്ചൻ വെച്ചാ നല്ല സീറ്റിംഗ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല മാങ്ങണ്ട്. ഇത് മൂച്ചി. ഇതാ വീട് അള്ളന്റെ അമ്മ.
വീണ് കിടക്കണ മൂച്ചയാണ്. അതിന്റെ മേലെ കൊണ്ട് പോകാൻ പറ്റുന്നത്? അതിന്റെ മേലെ കൂടെ പോണോണ്ട് കുഴപ്പമില്ല. പോയോ? ഇടക്ക് ഒരു പക്ഷേ ഈ പൊന്തേ കൂടെ ഒക്കെ പോകുമ്പോ നോക്കിട്ട് പോയാൽ മതി. വലിയ പോയാൽ ഇത് മുള്ളുണ്ട്. ആ മുള്ള് എന്ത് മുള്ള് മുള്ളു കാരണോ പോവാനും വലിയ പണിയാ. ഈ മറിഞ്ഞ് കാഞ്ഞെടുക്കുന്ന നടത്തിന് വരില്ലോ. വേണ്ടത് മുള്ളൊക്കെ ഉണ്ടിട്ടാ. നോക്കി നോക്ക്. ഇല്ലെങ്കിൽ പോയോക്കെ. ഇടക്ക് വീണാല് ഇതാ ഇത് മരം ഇങ്ങനെ വീണ് എടുക്കാണ്. ഇനി മാത്രല്ല നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനും പറ്റും. ആ ഇത് മേലെ ചൂണ്ടിലിട്ടാ. ഇത് എപ്പോഴാ പൊട്ടി വിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇതവിടെ നല്ല മീനുണ്ട്. ആ നല്ല മീനുണ്ട്, നല്ല കണ്ണന്മാരൊക്കെ ഉണ്ട്. അല്ലമ്പലം കിട്ടണില്ലേ? ഇവിടെ ഇരിക്കുക, സുഖമായിട്ട് ഇരിക്കുക. പിന്നെ അപ്പുറത്തെ കരയ്ക്ക് കടക്കണമെങ്കിൽ നമുക്ക്